തെക്കേ ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയുടെ സംസ്ഥാന ഉത്സവമാണ് മൈസൂർ ദസറ അഥവാ നടഹബ്ബ. മൈസൂരിലാണ് പ്രസിദ്ധമായ ഈ ഉത്സവം നടക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ ധാരാളം സഞ്ചാരികൾ ഈ ദിവസങ്ങളിൽ മൈസൂരിൽ എത്തിച്ചേരാറുണ്ട്. ഇതിനെ നവരാത്രി എന്നും വിളിക്കുന്നു. ഇതിൻ്റെ അവസാന ദിവസം ദസറയുടെ ഏറ്റവും വിശിഷ്ട ദിവസമായ വിജയദശമിയാണ്. സാധാരണയായി സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലാണ് ദസറ വരുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മൈസൂർ ദസറ ആഘോഷത്തിൻ്റെ പ്രധാന ആകർഷണം ലക്ഷക്കണക്കിന് ബൾബുകൾ ഉപയോഗിച്ച് ദിവസവും വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ പ്രകാശിക്കുന്ന മൈസൂർ പാലസാണ്. ഇതിൻ്റെ പണികൾക്ക് മാത്രമായി എല്ലാ വർഷവും ഏകദേശം 10 മില്യൺ രൂപ ചിലവഴിക്കുന്നു. പ്രകാശപൂരിതമായ പാലസിനു മുന്നിൽ കർണാടക സംസ്ഥാനത്തിൻ്റെ സാംസ്കാരികതയും മതപരവുമായ വിവിധ നൃത്ത സംഗീത സാംസ്കാരിക പരിപാടികൾ നടക്കും. ഗംഭീരമായ ഘോഷയാത്രകൾ, മേളകൾ, പ്രദർശനങ്ങൾ എന്നിവയാൽ മൈസൂരു ദസറ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ്. മൈസൂർ ദസറയുടെ 10 ദിവസങ്ങളിൽ പ്രദേശത്തുടനീളം നടക്കുന്ന നിരവധി പരിപാടികളും ആഘോഷങ്ങളും നമുക്ക് കാണാൻ കഴിയും. ആനകളുടെയും കുതിരകളുടെയും പരേഡുകളും കായിക മത്സരങ്ങളും ചലച്ചിത്രമേളകളും മുതൽ പൈതൃക ടൂറുകൾ, യോഗ, ഗുസ്തി എന്നിവ വരെ ഈ സമയങ്ങളിൽ ഇവിടെ ഉണ്ടാകാറുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. കൊട്ടാരത്തിനകത്ത് യാതൊരുവിധ ചിത്രീകരണങ്ങളും അനുവദനീയമല്ല. ഇന്ത്യൻ സഞ്ചാരികളിൽ നിന്ന് 40 രൂപ പ്രവേശന തുകയായാണ് ഈടാക്കുന്നത് എങ്കിൽ വിദേശീയരിൽ നിന്ന് 200 രൂപയാണ് പ്രവേശന ഫീസായി ഈടാക്കുന്നത്. കൊട്ടാരത്തിനകത്ത് പാദരക്ഷകളും അനുവദനീയമല്ല. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് തിന്മയ്ക്കു മുകളിൽ സത്യത്തിൻ്റെ വിജയമാണ് വിജയദശമി സൂചിപ്പിക്കുന്നത്. ആ ദിവസമാണ് ശക്തിസ്വരൂപിണിയായ ഭഗവതി കുന്നിനു മുകളിൽ വെച്ച് മഹിഷാസുരനെ വധിച്ചത്. മൈസൂർ ദസറ ആഘോഷം മഹിഷാസുരനെ വധിച്ച ചാമുണ്ടേശ്വരിയുടെ വിജയത്തെ അടയാളപ്പെടുത്തുന്നു. ദുർഗാദേവിയുടെ രൗദ്രഭാവത്തിലുള്ള കാളീരൂപമായ ചാമുണ്ടേശ്വരിയെ ആരാധിക്കുകയും ഒപ്പം രാക്ഷസ നിഗ്രഹത്തിൽ സന്തോഷവാന്മാരായ ജനങ്ങളുടെ ആഹ്ലാദത്തെയും കാണിക്കുന്നതിനാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് എന്ന് പറയുന്നു. മഹിഷന്റെ ഊരാണ് മഹിഷൂരു എന്ന് അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷുകാർ മൈസൂർ എന്ന നാമകരണം ചെയ്ത നഗരം മൈസൂരു എന്ന് കർണാടക സർക്കാർ പുനർനാമകരണം ചെയ്യുകയായിരുന്നു. മൈസൂർ കൊട്ടാരത്തിൽ നിന്നും 4 കിലോമീറ്റർ അകലെ ചാമുണ്ഡി ഹിൽസിലാണ് പ്രസിദ്ധമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം നിലകൊള്ളുന്നത്. ശക്തിപീഠങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിലാണ് ആദിപരാശക്തിയായ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉള്ളത്. മൈസൂർ ദസറയിൽ ഈ ഭഗവതിയാണ് ആരാധിക്കപ്പെടുന്നത്. ദസറ സമയത്ത് വൻ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറുള്ളത്. ദസറയുടെ 7ാം ദിവസം മൈസൂർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക ആഭരണങ്ങൾ അണിയിച്ച് ഭഗവതിയെ മഹാകാളീഭാവത്തിൽ ആരാധിക്കുന്നു. 15ാം നൂറ്റാണ്ട് മുതൽ തന്നെ വിജയനഗർ രാജാക്കന്മാർ ദസറ ഉത്സവങ്ങൾ ആരംഭിച്ചിരുന്നു. തെക്കേ ഇന്ത്യയിലെ ഡെക്കാൻ പ്രദേശത്ത് 14, 15, 16 ശതകങ്ങളിലായി നിലനിന്നിരുന്ന സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. വിജയനഗരം എന്നത് തലസ്ഥാന നഗരിയുടെയും സാമ്രാജ്യത്തിൻ്റെയും പേരായിരുന്നു. അതായത് ഇന്നത്തെ കർണാടകത്തിലെ ഹംപിയാണ് ആ തലസ്ഥാന നഗരി. നഗരാവശിഷ്ടങ്ങൾ പരന്നുകിടക്കുന്ന ഹംപി ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഹംപിയിലെ പുരാവസ്തു ഖനനങ്ങൾ സാമ്രാജ്യത്തിൻ്റെ ശക്തിയെയും സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. മൈസൂർ ദസറയോടനുബന്ധിച്ച് ബാംഗ്ലൂർ ജെ.സി. നഗറിലെ ഉത്സവം ഊരു ഹബ്ബ എന്നറിയപ്പെടുന്നു. 1914 ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ അന്നത്തെ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വാഡിയാർ ബ്രിട്ടീഷുകാരുടെ സഹായത്തിനായി തൻ്റെ സൈന്യത്തെയും കുതിരകളെയും കാളകളെയും അയക്കുവാൻ തീരുമാനിക്കുന്നു. അന്നത്തെ ഒരു ധനികന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന മുനിറെഡ്ഡിപല്യ എന്ന ഗ്രാമത്തിലെ ഗുണ്ടുമുനീശ്വര ക്ഷേത്രത്തിലായിരുന്നു മഹാരാജാവ് പ്രാർത്ഥന നടത്തിയിരുന്നത്. കൃഷ്ണരാജ വാഡിയാർ ക്ഷേത്രത്തിൽ പോയി ബ്രിട്ടീഷുകാരുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും
വിജയിക്കുകയാണെങ്കിൽ തൻ്റെ സൈന്യവും പ്രജകളും മൂർത്തിയെ തോളിലേറ്റി നടക്കാമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്നു. ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുകയും രാജാവ് പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നു. അന്നു മുതൽ എല്ലാ വർഷവും ഊരുഹബ്ബ വാർഷിക ഉത്സവത്തിലൂടെ ഈ ദിനം സ്മരിക്കപ്പെടുന്നു. ജയചാമരാജേന്ദ്ര വാഡിയാർ ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ദസറ ഉത്സവത്തിന് തുടക്കം കുറിക്കുകയും അന്നു മുതൽ എല്ലാ വർഷവും പതിവായി നടത്തുവാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്യുന്നു. ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി.